ഗൈസ് അപ്പം ഏത്തക്ക നമുക്ക് പൊരിക്കാം ഗൈസ്. ഫസ്റ്റ് പീസ് കൊണ്ടിട്ടേ ഇനി ഞങ്ങൾ ഏത്തക്ക പൊരിച്ചിട്ട് നല്ലൊരു ഏലക്ക ചായ ഉണ്ടാക്കും. ഈ പ്ലാനൊക്കെ നടന്നാ മതിയായിരുന്നു. വെളിയിൽ പോയി ഇപ്പൊ തന്നെ 7 മണിയായി ഗൈസ്. ഇവിടെ 9 മണിയായാലും കുഴപ്പമില്ല. നമുക്ക് ചായ ഇടാവേ. എനിക്ക് ഇപ്പോഴും ചായ ഉണ്ടാ ചായ വരണ്ടേ സമയം പോകുന്നേരം ആവുമ്പത്തേക്ക് ചൂടാക്കിയാ മതിയല്ലോ. അതെ പുറകിലൊരു ചുമല ഒരു ജെറിമോൻ ഏത്തൊക്കെ മുരിഞ്ഞു വരുന്നത് ഗൈസ്. നമ്മുടെ പ്ലാനുകളൊക്കെ നടന്നാൽ മതിയായിരുന്നു വെളിയിൽ പോയി. പക്ഷെ നമുക്ക് 9 മണി എന്തോ ഉലുവ ഇവിടെ നമുക്ക് പക്ഷെ 9 മണി വരെയൊക്കെ ഇതുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ചെറിയ വെയിറ്റ് ചെയ്തിരുന്ന ഇത്ര സമയം പോയ. ഫസ്റ്റ് സെറ്റ് റെഡിയായിട്ട് വരുന്നുണ്ട് ഗൈസ്. പെട്ടെന്ന് കഴിഞ്ഞ് പെട്ടെന്ന് കഴിച്ചിട്ട് അവിടെ പോവാം. നാട്ടിലെ സുഖമല്ലേ? തണുക്കണം, ഏതൊക്കെ തണുക്കണം അല്ലേ ഗൈസ്. അപ്പം നമ്മൾ ചെറിയൊരു പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ പഴംപൊഴിയായിട്ട് നമ്മൾ ലേക്ക് സൈഡിലേക്ക് പോകുന്നത്. എന്നാലും ചെറിയ വെട്ടത്തിൽ നമ്മുടെ കൂടെ 2 അതിഥികളുണ്ട്. ചെറിമോനും മോനെ. അപ്പൊ പിന്നെ ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയി. ഞങ്ങള് വൈകിട്ട് ഇന്ന് വീക്കെൻഡ് അല്ലേ, അപ്പൊ നമ്മള് ഒന്ന് വൈകിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് എണ്ണിട്ടപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആയി പോയി. അല്ലാന്നെങ്കിൽ 7 മണിയായപ്പോഴാ പഴംപൊരി ഒരാളെ നമ്മൾ അലാറം വെക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. അവള് നമ്മളെ ചലിച്ച്, അവള് അതിന്റെ അപ്പുറം ഉറക്കമായി പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ ലേറ്റ് ആയി. അല്ലെങ്കിൽ കറക്റ്റ് സൺസെറ്റ് ഒക്കെ കണ്ടോണ്ട് നമുക്ക് ചായ കുടിച്ച് എന്തായാലും നല്ല സമയമാണ്. ഇന്ന് വലിയ കാറ്റും ഇല്ലെന്ന് തോന്നുന്നു. കാറ്റില്ലാത്ത ദിവസമാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്തായാലും പോയി നോക്കാം, തീരുമാനിച്ചാലേ. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ലേക്ക് സൈഡ് കണ്ടോ ഗൈസ്. ഇവിടെ വന്ന് വൈകിട്ട് വരുന്നൊരു ചായ കുടിച്ചാന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ? ഹിന്ദുക്കല്ല കാലാവസ്ഥയല്ലേ, ചൂടും ഇല്ല തണുപ്പും ഇല്ല കാറ്റും ഇല്ല. എടി ഗൈസ് സൺസെറ്റ് തീരാറായി ഗൈസ്. തോട്ട് കണ്ടോ, കുറച്ച് കാണാം. ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. സൺസെറ്റ് ഗൈസ് അങ്ങനെ ഫസ്റ്റ് ചായ നമ്മൾ ഒഴിക്കുകയാണ്. എന്തെങ്കിലും ഒഴിക്കുന്നത് ഗ്ലാസ്സിൽ ഒഴിക്കുക മകളെ, അളന്ന കുഴിക്കുന്നു. ചൂട് പോകാൻ വേണ്ടേ, ചൂട് പോകാൻ വേണ്ടിയാ ഗൈസ്. അല്ലല്ലേ ഗ്ലാസ് പൊട്ടും, ഒരു വട്ടം പൊട്ടിയതാ. അത്രയും മതി ചെറിന് എത്ര മതിയാ? ഇച്ചിരി ചായ കൊടുത്താൽ മതി. ചായയുടെ ഒരു ഭംഗി മറിഞ്ഞിരിക്കുകയാണല്ലോ. ഇതും കൂടെ മിക്സ് ചെയ്യാം. അത് കുഴിച്ചോ, അത് ചൂട് കുറവായിരിക്കും. പക്ഷെ അത് ഇച്ചിരി ഉള്ളു. എടാ അത് ഇച്ചിരി ചായ ഉള്ളു, ഞാൻ തുറക്കാനാ. അധികം വന്ന് മൊത്തം എടുക്കണ്ട, അല്ലെ തികയണ്ടേ? ഒരു ഗ്ലാസ്സിനില്ല, പറഞ്ഞില്ലേ പാല് കുറവാണ്. കറക്റ്റ് ലിക്കർ പെഗ് കുഴിക്കുന്ന പോലെ ആണല്ലോ. നോക്കൂ ഗൈസ്, ചായയും സൺസെറ്റും അല്ലേ? ചായയും സൺസെറ്റും സോജി. ഓ ഏത്തക്ക പോയി. സോറി ഗൈസ്, മറന്നുപോയി. പഴംപൊരി പോരാ. എന്നാലും നോക്കൂ ഗൈസ്. സതീഷ് ഉണരൂ. ഇത് ഉണർന്ന സതീഷാ. നോക്ക്, അതിന്റെ ടേസ്റ്റ് കുറയും. പഴുത്തല്ല, അതുകൊണ്ട് അത്രയും ടേസ്റ്റ് കുറയും. പക്ഷെ ആ സൺസെറ്റ് ഉണ്ടോ, അതാണ് മോനെ. എങ്ങനെയുണ്ട്? നല്ല. ഓരോരുത്തരുടെ അഭിപ്രായം പറയൂ. ഫോട്ടോഗ്രാഫിയാണ് ഗൈസ്. ഫോട്ടോഗ്രാഫി അഗ്രഗണ്യനാണ് അവൻ. പക്ഷെ ഒരു ലൈക്ക് പോലും കിട്ടത്തില്ലെന്നേ ഉള്ളൂ. 2 ലൈക്ക്. വെറുതെയാണ് ഗൈസ്, ചുമ്മാ പറഞ്ഞതൊക്കെ. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഫാൻസ് ബേസ്.
ഫാൻ ബേസ് ഒക്കെ അറിയാലോ. അയ്യോ അക്ഷയുടെ കഴിപ്പ് കണ്ടോ ഗൈസ്. അന്തസ്സായിട്ട് ഉണ്ടാക്കി നിന്നെ പോലെ വെറുതെ നിന്നെ കിട്ടിയില്ലേ ജെറി. ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചതേ ഉള്ളു, ഓടി ഇങ്ങി പോയിരുന്നു. പഠിപ്പിച്ചു കൊടുക്കുക കേട്ടോ. എന്തോ അടിയിലെ ഒരു അപ്പം പോലത്തെ സാധനം, ബാറ്റർ സാധനം വന്നതെല്ലാം, ബാറ്ററിന്റെ ബാക്കി വന്നതെല്ലാം അവക്ക് വേണമെന്ന്. എന്നാ നല്ല രസമുണ്ട്. അല്ല ഞാൻ കാര്യം പറയട്ടെ, നമ്മളൊരു 1/2 മണിക്കൂർ നേരത്തെ വന്നാണെങ്കിൽ പക്ക സൺസെറ്റ് കിട്ടിയല്ലേ. 7 മണിക്ക് എഴുന്നേറ്റിട്ട് അക്സയ്ക്ക് കൂടി കഴിക്കണം ഗൈസ്, മിണ്ടാതിരിക്കണം എല്ലാരും കേട്ടോ. നാപ്പോളി ചായ കൂടിയോ? അത് പറ്റത്തില്ലല്ലോ, കണക്കിൽ എന്തോ പിഴകള്. എന്നിട്ട് ഇങ്ങനെ അങ്ങനെ കിട്ടാതെ വയറിലാവുന്നോട് അതെടുത്തോണ്ട് പോവരെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. നോക്കട്ടെ ബാറ്റർ ലാസ്റ്റ് വന്ന് വെച്ചാൽ എനിക്കിതാ ഏറ്റവും ഇഷ്ടം. പഴംപൊരിയൊക്കെ തീരാറായി. ഇത് രണ്ടാമത്തെ ചമ്മി പോയി വേറെ ഗൈസ് അതെ ഗൈസ് ആദ്യം എടുത്ത് ക്യാമറ തുറന്നു നോക്ക്, കവർ മൊത്തം അങ്ങോട്ട് തുറന്നു നോക്ക്. വീഡിയോ എടുത്ത് വലിയ പരിചയം ഇല്ലാത്തോണ്ടാ കേട്ടോ. നേരം അവിടെ ചാരി വെച്ച് വീഡിയോ എടുത്താ ഗൈസ്, റെക്കോർഡ് ചെയ്യാതെ അവള് വന്നേക്കുന്നത്. ഇതെങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞപ്പോ ഒരു സംശയം നോക്കട്ടെ. റെക്കോർഡിങ് ഈ ചെറു പോകുന്നിടത്തെല്ലാം ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞു വന്നത് സോജിയുടെ തള്ള് ഫേക്കും വൈഡല്ലേ അതിനകത്ത് ആള് നമ്മള് അതിനകത്ത് കറപ്പ മൊത്തം ഞാൻ ഇല്ലല്ലേ. പല്ല് കാണിച്ച് ചിരിക്കുന്ന ചെറുക്കൻ ഇഷ്ടമല്ല കേട്ടോ. ഇതിന്റെ ഒരു നല്ല ഫോട്ടോ ഇട്ടിട്ടുണ്ട്, പല്ലില്ല അതിനകത്ത്. സോജി ഇതിലെ അഗ്രഗണ്യനാണ്. പുള്ളി കറക്റ്റിന്റെ മുണ്ടൊക്കെ എടുത്ത ഫീലായിരിക്കുന്നത്. ആ ഒരു ചട്ടു സത്യം ശരിക്കും നോക്കിയാണ്. വീഡിയോ നിൽക്കുന്ന കാരണം ജെറിന് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വീഡിയോ ഒന്ന് ഓഫ് ചെയ്യണം. ഇനി ഒരു നമുക്ക് കിട്ടി ബാറ്ററിന്റെ സാധനം. അതും സോജി കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. പറഞ്ഞത് തള്ളക്കിളകി സാർ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുഞ്ഞിനെ കണ്ടോ? താറ കുഞ്ഞിനെ കണ്ടോ? ഞങ്ങളന്ന് വന്നപ്പോ ഒരു 10 കുഞ്ഞുങ്ങൾ പൊടി സാധനം ഇങ്ങനെ കറക്റ്റ് തള്ള പോകുന്ന എങ്ങോട്ടോ അങ്ങോട്ട് ലൈനായിട്ട് പോകും. പിന്നെ തള്ള പോകുന്നിടത്തോട്ടല്ലേ പോണ്ടേ? ഗൈസ് ഞങ്ങളുടെ സെൽഫി റൗണ്ടും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. എല്ലാരും ബൈ ബൈ പറ നമ്മുടെ ഗൈസിനോട്. ബൈ ബൈ. അതെന്താ പറയുന്നത്? ചള ഓവറാക്കി